ആരംഭമായിട്ട് ഡിട്രോണോമി ചാപ്റ്റർ 32 വേഴ്സ് 4 and 5, ആവർത്തന പുസ്തകം 32 4 5 വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് കടക്കാമല്ലോ. അവന്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. അവൻ അവനോട് വഷളത്വം കാണിച്ചു. അവർ 4 വാക്യം, അവൻ പാറ, അവൻ്റെ പ്രവൃത്തികൾ അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരും ഉള്ളവൻ തന്നെ. The rock, his work is perfect, for all his ways are just, a God of faithfulness and without injustice, righteous and upright is he. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷതകളാണ് ഇവിടെ ആവർത്തന പുസ്തകത്തിൽ നമുക്ക് വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. ദൈവം എല്ലായ്പ്പോഴും താൻ ആരാണ് എന്ന് തന്നെ സേവിക്കുന്ന ജനം വ്യക്തമായി അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. തന്നെ ഫോളോ ചെയ്യുന്നതായ തൻ്റെ മക്കൾ താൻ ആരാണെന്ന് വ്യക്തമായി അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതുപോലെ താൻ സേവിക്കുന്നതായ തൻ്റെ മക്കൾ, തന്നെ സേവിക്കുന്ന തൻ്റെ മക്കൾ, അവർ അവൻ്റെ വഴികളിൽ പൂർണ്ണമായി നിൽക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. 3, ആ ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ നേച്ചർ, ആ ഗുണമേന്മകൾ, ആ സവിശേഷതകൾ പൂർണ്ണതയോടുകൂടെ തൻ്റെ മക്കളിൽ അത് അവർക്ക് പ്രയോജനമായി ഭവിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾക്ക് ദൈവത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ലോകയാത്രയിലും നിത്യതയിൽ നമ്മൾ എത്തുന്നത് വരെയും ആ ദൈവത്തിൻ്റെ സവിശേഷതകൾ അറിയുക മാത്രമല്ല, അതിൻ്റെ ഗുണഭോക്താക്കളാക്കി, അതിൻ്റെ ബെനിഫിഷ്യറീസാക്കി നമ്മെ മാറ്റണമെന്ന് നിർബന്ധമായും ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അതിന് ഏറ്റവും ഭംഗിയായി കാര്യങ്ങളെ ഒരു ദൈവം എന്ന് പറയുന്നത് എങ്ങനെയാണ് തന്നെ സേവിക്കുന്ന തൻ്റെ മക്കളോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും തെളിവായ ഉദാഹരണം ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയ വഴികൾ, തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ സംഭവങ്ങൾ നമ്മൾ സസൂക്ഷ്മം പഠിക്കണം. എന്നിട്ട് വകതിരിച്ചതിനെ വേർതിരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ, ദൈവത്തിൻ്റെ ഇടപെടൽ, ഹിസ് ടോക്ക്, അവൻ സംസാരിക്കുന്നത്, ഹിസ് അനൗൺസ്മെൻറ്റ്, ഹിസ് ഡിക്ലറേഷൻസ്, അങ്ങനെ പല ഫോമിൽ ദൈവം ഇടപെടുന്നതും ഇറങ്ങി പ്രവർത്തിക്കുന്നതും ചില സാഹചര്യങ്ങളിൽ ദൈവം നേരിട്ടിടപെടുന്നതുമായ കാര്യങ്ങളെ സവിസ്തരമായി നാം പഠിക്കാൻ, ഗ്രഹിക്കാൻ, മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ ദൈവം ആരാണ് എന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കുവാനിടയായിത്തീരും. ഈ ദൈവം ആരെന്നുള്ളതും ദൈവത്തിലുള്ള സവിശേഷതകൾ വാസ്തവമായി നാം അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൽ നിന്നുള്ളതായ പ്രവർത്തികളെ നമുക്ക് അനുഭവമാക്കുവാനായിട്ട് ഇടയാകുന്നത്. അതിനെ ക്ലെയിം ചെയ്യുവാൻ, ആ വഴികളിൽ നിന്നുകൊണ്ട് ഏറിയ ദൈവകൃപയെ പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകുന്നത്. പല സന്ദർഭങ്ങളിലും ദൈവം ഇറങ്ങി വന്ന് കഴുകൻ തൻ്റെ കുഞ്ഞിനെ
കാക്കുന്നത് പോലെ കാക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ മറച്ച് സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ആടുകളെ ഒരു കേടും കൂടാതെ ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ നഷ്ടപ്പെട്ടതിനെ തകർന്നു പോയതിനെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഇങ്ങനെ ധാരാളമായ വിധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആത്യന്തികമായി ദൈവവചനത്തോടുള്ളതായ നമ്മുടെ പ്രാമുഖ്യവും നാം കൊടുക്കുന്ന പ്രിയോറിറ്റിയും അധികമായി വർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്രകാരം ജീവിക്കുവാനായിട്ട് നമുക്കോരോരുത്തർക്കും ഇടയായിത്തീരണം. കേവലം ആരാധനകൾ കൊണ്ടോ റിച്വലായിട്ടുള്ള അല്ലെങ്കിൽ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കൊണ്ടോ മാത്രമല്ല, പിന്നെയോ അതിലധികമായി ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവവചനത്തിൻ്റെ അന്തസ്സത്തെ ജീവിതത്തിൽ ഗ്രഹിച്ചുകൊണ്ട് അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരണം. ഇവിടെ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ദൈവം പ്രത്യേകമായി ദൈവത്തിൻ്റെ പ്രത്യേകതയെ ഇവിടെ വരച്ചു കാട്ടുകയാണ്. ഒന്നാമതായി ഒന്നുകൂടെ പറയുകയാണ്, ദ റോക്ക്, അവൻ പാറ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ദൈവം ആരാണ്? പാറയാണ്. നമുക്കറിയാം, കർത്താവിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. 2 വീടുകളെ സംബന്ധിച്ചാണ് കർത്താവ് അത് പറയുന്നത്. 2 വീടുകൾ, 2 പേര് വീട് പണിയുക. ഒരാൾ വീട് പണിയുന്നത് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നു, മറ്റൊരാൾ മണൽമേൽ തൻ്റെ വീട് പണിയുകയാണ്. മണൽമേൽ പെടുന്ന വ്യക്തി വളരെ വേഗത്തിൽ, വളരെ അനായാസേനെ, മറ്റ് യാതൊരു ഡിഫിക്കൽറ്റിയും ഇല്ലാതെ വളരെ ക്യുക്കായിട്ട് വീട് പണിയുകയാണ്. അദ്ദേഹം വീട് പണിയും കഴിഞ്ഞ്, വീടിൻ്റെ ഡെഡിക്കേഷനും കഴിഞ്ഞ് അദ്ദേഹം അവിടെ താമസമായിരിക്കുന്നു. എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയാൻ പോകുന്ന ആൾ പാറ പൊട്ടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ പാറ പൊട്ടിച്ച് അടിസ്ഥാനമിടാൻ നോക്കുകയാണ്. അപ്പോൾ മണൽമേലാകുമ്പോൾ വളരെ ഈസിയാണ്, ഇത് കുഴിക്കാൻ അധികം പ്രയാസമില്ല, വളരെ പെട്ടെന്ന് പണി തീർക്കുന്നു. എന്നാൽ കർത്താവ് തന്നെയാണ് ഈ ഉപമ അവിടെ പറയുന്നത്. എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു പാഠമെന്ന് പറയുന്നത്, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ആ മനുഷ്യൻ വളരെ വയസ്സായിട്ടുള്ള ബുദ്ധിയുള്ള മനുഷ്യനായിട്ടാണ് കർത്താവ് അത് പറയുന്നത്. മണൽമേൽ വീട് പണിത മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് അതിനെ പഠിപ്പിക്കുന്നത്, വൻമഴ ചൊരിഞ്ഞു, വലിയ പേമാരിയും കൊടുങ്കാറ്റുമുണ്ടായി, നദികൾ പൊങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? ഈ മണൽമേൽ പണിത വീടിന് നിലനിൽപ്പില്ലാതായിപ്പോയി, സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ല, അത് തകർന്ന് നാമാവിശേഷമായിപ്പോയി. അപ്പോൾ കർത്താവ് പഠിപ്പിക്കുന്നത്, ക്രിസ്തുവാകുന്ന പാറമേൽ, പ്രൈസ് ഗോഡ്, ദൈവവചനമാകുന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ, ദൈവവചനത്തെ പാറയായി ചിത്രീകരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ദൈവത്തിൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക. അപ്പോൾ പാറയേക്കാൾ ശക്തിയുള്ളതാണ് എന്ത്? ഹല്ലേലൂയ, ചുറ്റിക. അത് ഉരുക്ക് കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ പാറയേക്കാൾ, പാറയെ തന്നെ തകർക്കാൻ കഴിയുന്ന അത്രമാത്രം ഉറപ്പുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ അത് ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകളാണ് എന്നുള്ളത് നമ്മൾ ഗ്രഹിച്ചിരിക്കണം. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും അൺഷെയ്ക്കബിളായി തകർന്നു പോകുവാൻ ഒരിക്കലും ഇടയാകാത്ത ഒരു ജീവിതമെന്ന് പറയുന്നത്, റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതമെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ദൈവവചനത്തിൽ ആധാരമായ ജീവിതമാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ പാറ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അവൻ പാറയായി നിന്നു. അവർക്ക് തകർച്ചയുടെ ഒരുപാട് എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിൽ വന്നു, തകർന്നു പോകാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ. എന്നാൽ
ദൈവം അവർക്ക് പാറയായി നിന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലും അവൻ പാറയായി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും ഇങ്ങനെ നിൽക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അൺചേഞ്ചബിളായിട്ടുള്ള, അൺഷെയ്ക്കബിളായിട്ടുള്ള, റിലയബിളായിട്ടുള്ള ഒരു ഏറ്റവും വലിയ സത്യമാണ് ദൈവം എന്നുള്ളത്. നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് നാം ശ്രദ്ധിപ്പാനിടയായി. ആ സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയായ ദൈവം ഞാൻ തന്നെ ദൈവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം എപ്പോഴും എല്ലാ കാലഘട്ടത്തോടും അത് ഉറപ്പിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ തന്നെ ദൈവം. കാരണം ഈ സത്യാവസ്ഥയിലൂടെ മാത്രമേ മനുഷ്യന് അവൻ്റെ പർപ്പസ് ഫുൾഫില്ലാക്കുവാൻ കഴിയുകയുള്ളൂ. ഈ സത്യാവസ്ഥ ഗ്രഹിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യൻ തൻ്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനിയിൽ എത്തിച്ചേരുവാൻ ഇടയാകുകയുള്ളൂ. ഗ്ലോറി ബി ടു ഗോഡ്. ഞാൻ തന്നെ ദൈവം. അപ്പോൾ ഓർക്കണം, ഈ റിലയബിളായിട്ട് ഏത് സാഹചര്യത്തിലും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ദൈവം, ഈ ദൈവത്തെ ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിയുന്നവരായി തീരുവാൻ ഈ വിശുദ്ധാരാധനയിലൂടെ നമുക്ക് ഇടയായി തീരണം. ഹല്ലേലൂയ. അവൻ പാറയാണ്. അവനിൽ ആശ്രയിക്കുന്നവർക്ക് ഹല്ലേലൂയ ഒരു തകർച്ചയും ഉണ്ടാകാൻ അവൻ അനുവദിക്കുകയില്ല. അവൻ ദൃഷ്ടി വെച്ച് പരിപാലിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഒരിക്കൽ ഒരു ചിത്രരചന മത്സരത്തിൽ, ആ മത്സരത്തിൽ സമാധാനത്തിൻ്റെ സിംബലൈസ് ചെയ്തുകൊണ്ടുള്ളതായ ഒരു തീമിൽ നിന്നുകൊണ്ട് ചിത്രം വരയ്ക്കുവാൻ കൊടുത്തു. പലതരത്തിലുള്ളതായ ചിത്രങ്ങൾ പലരും അവരവരുടെ ഭാവനയിൽ സമാധാനത്തെ എങ്ങനെ പിക്ചറൈസ് ചെയ്യുവാൻ കഴിയും, അങ്ങനെ ഒരു ആർട്ടിക്കുലേഷൻ അവർ നടത്തിയപ്പോൾ പലരും പല രീതിയിൽ ശാന്തമായി കാറ്റും കോളുമൊന്നും ഇല്ലാതെ കിടക്കുന്ന തെളിഞ്ഞ ആകാശവും കാറ്റിൽ ഉലഞ്ഞാത്ത ആടാതെ നിൽക്കുന്നതായ സ്റ്റെബിളായി നിൽക്കുന്ന വൃക്ഷലതാദികൾ, ശാന്തമായി അങ്ങനെ അതുപോലെ ശാന്തമായി കിടക്കുന്ന കടലുകൾ, അതുപോലെ ഉദയസൂര്യൻ ഉദിച്ചു വരുന്നു, പ്രകൃതി വളരെ വളരെ അട്രാക്റ്റീവായി നിൽക്കുന്ന, ഇങ്ങനെ വിവിധ രീതിയിലുള്ളതായ പിക്ചറുകൾ സമാധാനത്തിന് പ്രതിരൂപമായിട്ട് അവർ വരയ്ക്കുവാനിടയായി. അപ്പോൾ ആ പിക്ചർ മത്സരത്തിൽ സമ്മാനം ലഭിച്ചത് ഒരു പിക്ചറിനാണ്. അത് വളരെ വളരെ കലുഷിതമായി കിടക്കുന്ന ഒരു കടൽ. ആ കടലിൻ്റെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പാറയുടെ ഒരു മുനമ്പുണ്ട്. ആ മുനമ്പിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിള്ളൽ, ഒരു പക്ഷിക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്നൊരു വിള്ളൽ. എപ്പോഴും വന്ന് തിരമാലകൾ ശക്തമായിട്ട് ഈ പാറയുടെ അടുക്കൽ വന്ന് അടിക്കും. അപ്പോൾ അവിടെ വളരെ സ്വസ്ഥമായി അഭയം കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രാവിൻ്റെ പിക്ചറാണ് അതിന് ആ രചനാ മത്സരത്തിൽ വിജയിക്കുവാനായിട്ടിടയായത്. അപ്പോൾ ആ പാറയുടെ പിളർപ്പിൽ ആ പക്ഷി അഭയം കണ്ടെത്തിയപ്പോൾ ഒരുപാട് അർത്ഥങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ടുള്ളത്. കടലിളകി മറിഞ്ഞാലും എത്ര ശക്തമായി വന്നാലും താൻ അഭയം കണ്ടെത്തിയിരിക്കുന്ന ആ പാറ, താൻ ആ പാറയുടെ വിള്ളലിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ തിരമാലകൾക്കൊന്നും എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നാം സേവിക്കുന്നതായ ദൈവത്തിൽ, നമ്മുടെ പാറയായ നമ്മുടെ കർത്താവിൽ നാം നമ്മുടെ ആശ്രയം കണ്ടെത്തി നാം ജീവിക്കുമ്പോൾ നാം ഓർക്കണം, അത് വളരെ റിലയബിളാണ്, അൺഷെയ്ക്കബിളാണ്, അൺചേഞ്ചബിളാണ്. അതിനെ മാറ്റാൻ ആർക്കും കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, നമുക്കിപ്രകാരം ദൈവത്തെ ആരാധിപ്പാൻ, ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ഈ ദൈവത്തെ ആരാധിപ്പാൻ, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. ഇന്ന് പകൽക്കാലം നാം പറയണം, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം. നാം സന്തോഷത്തോടെ പറയണം, ഈ ദൈവം എൻ്റെ ദൈവമാണ്. ഓ സ്തോത്രം! യഹോവയാകുന്ന പാറ എൻ്റെ ശാശ്വതമായ എൻ്റെ പാറയാണ്. ഹല്ലേലൂയ! കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. രണ്ടാമതായിട്ട് പറയുന്നത്, ഹിസ് വർക്ക് ഈസ്
പെർഫെക്റ്റ്. അവൻ്റെ വഴികളൊക്കെയും അവൻ്റെ പ്രവൃത്തികൾ അത്യുത്തമമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഈ ലോകത്തിലെ ഒരു പ്രവൃത്തികളും മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് ഒരു പെർഫെക്ഷൻ നമുക്ക് കാണിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആ വലിയ മേജർ എയർ ക്രാഷ്, അതിനകത്ത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതായ എയർക്രാഫ്റ്റുകളിൽ ഏറ്റവും മേൽത്തരമായ എയർക്രാഫ്റ്റ് ആയിരുന്നു ആ ക്രാഷിൽപ്പെട്ടത്. ഏത് കാര്യത്തിനും ഒരു എൻജിൻ പോയാൽ അടുത്തൊരു എൻജിൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഓരോ മെക്കാനിസവും ഒന്നും രണ്ടുമല്ല, മൂന്നും നാലും, രണ്ടും മൂന്നും ഫെയിലായാലും അത് പിന്നെയും ഫങ്ഷണലായി കൊണ്ടുപോകാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒക്കെ അതിനകത്തുണ്ട്. കുറ്റമറ്റതായ ഒരു പ്രവർത്തന ശൈലിയുള്ളതായ ഒരു എയർക്രാഫ്റ്റാണ് തകരുവാനിടയായത്. ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ ശാശ്വതമായി പെർഫെക്റ്റായി കുറ്റമറ്റതായി മനുഷ്യൻ എന്തെല്ലാം ചെയ്താലും അതൊന്നും പൂർണ്ണമാകുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ലോകത്തെയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ്റെ കൈവേലയാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ടൈറ്റാനിക് കപ്പൽ ഇവിടെ സൗതാംപ്ടണിൽ നിന്ന് പുറപ്പെട്ട് പോകുന്നതായ അനുഭവത്തിൽ അന്ന് ഒരു കാലത്തും ഒരിക്കലും അപകടം പറ്റുകയില്ല എന്ന് അവർ പൂർണ്ണമായും വിശ്വസിച്ച് ആ കഴിവുകൾ ഉപയോഗിച്ചാണത് പണിതത്. എത്ര വലിയ മെട്രിക് ടൺ ആയിട്ടുള്ള മഞ്ഞുമലകൾ വന്നിടിച്ചാലും തകരത്തിൽ നിന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് അതിൻ്റെ ക്യാപ്റ്റൻ ആ കപ്പലിനെ മുൻപോട്ട് നയിച്ചത്. ചെറിയ സൂചനകൾ മഞ്ഞുമല ഒഴുകി വരുന്നത് മനസ്സിലാക്കിയപ്പോഴും ഈ കോൺഫിഡൻസ്, ഇതിൻ്റെ നിർമ്മാതാക്കൾ കൊടുത്ത ഗ്യാരണ്ടിയിലാണ് അത് മുൻപോട്ട് നീങ്ങിയത്. എന്നാൽ ദൈവപൈതലെ ഓർക്കണം, ആ ഗ്യാരണ്ടിയിലൊന്നും കാര്യങ്ങൾ നിന്നില്ല. കാരണം സകലത്തിൻ്റെയും നിയന്ത്രിതാവായത് ദൈവമാണ്. മനുഷ്യൻ്റെ വർക്കുകളെല്ലാം അപൂർണതകൾ നിറഞ്ഞതാണ്. ഈവൻ ഹ്യൂമൻ ബീയിങ്സ് ആർ ഇംപെർഫെക്റ്റ്. there are lot of shortcomings. ഒരുപാട് അപര്യാപ്തതകളും കുറവുകളും ഉള്ളവനാണ് മനുഷ്യൻ. അവൻ പെർഫെക്റ്റ് അല്ല. അപ്പോൾ അവൻ്റെ പ്രവൃത്തികളിലൊന്നും എന്തില്ല, ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിൽ ശ്രദ്ധിച്ചാലും, ഭർത്താവ് ഭാര്യയിൽ ശ്രദ്ധിച്ചാലും, മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിച്ചാലും, ലോകത്തിൽ എത്ര വലിയ സുഹൃത്ത് ആരെ നമ്മൾ ശ്രദ്ധിച്ചോ, നമുക്ക് പൂർണ്ണതയോടുകൂടി 100% അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണാൻ കഴിയില്ല. 100% അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ ലോകം എന്ന് പറയുന്നത് തന്നെ അപൂർണതയുടേതായ ഒരു അനുഭവമാണ്. അതിൽ പൂർണ്ണമായി ലോകത്തിൽ ഉള്ളതെന്താണ്? ദൈവം ചെയ്ത കാര്യങ്ങളേ ഉള്ളൂ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കുറേ അധ്വാനിച്ചിട്ടുണ്ട്, ശരിയാണ്. നമ്മൾ കുറച്ച് ഹാർഡ് ലേബർ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. നമ്മൾ കുറച്ച് കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചു. നമ്മൾ പറയുമ്പോൾ നമ്മുടെ എഫർട്ടാണെന്ന് നമ്മൾ പറയും. എന്നാൽ അരുമനാഥനായ കർത്താവിൻ്റെ കരുതലിൻ്റെ കരം ഇറങ്ങി വന്ന് അതിനകത്ത് ഇടപെട്ടത് കൊണ്ടാണ് പല വിഷയങ്ങളുടെയും പൂർണ്ണത കാണുവാൻ നമുക്കിടയായി തീർന്നത്. പല കാര്യങ്ങളുടെയും പൂർണ്ണത അനുഭവിപ്പാൻ ഇടയായത്. ഇന്ന് നാം വലുതെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്ന എന്തുണ്ടെങ്കിലും അതിനകത്ത് കർത്താവിൻ്റെ കരം സൂക്ഷിച്ചു നോക്കിയാൽ കാണുവാനായിട്ട് കഴിയും. അത് തട്ടിത്തകർന്നു പോകേണ്ടതായ അനേക സാഹചര്യങ്ങൾ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം കാണുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. കർത്താവിൻ്റെ വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള ആ പ്രവർത്തികൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അവിടെ കൊടുത്തിരിക്കുന്ന ആ വാക്കിൽ കൊടുത്തിരിക്കുന്ന അഡ്ജക്റ്റീവ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത്യുത്തമമാണ്. അതിനപ്പുറത്ത് മലയാളത്തിലൊരു വൊക്കാബുലറി ഇല്ല. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് എന്ന് പറയുന്നതിന് അപ്പുറത്തൊരു വൊക്കാബുലറി കൊടുക്കുവാനില്ല. വാക്കുകൾ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എത്രമാത്രം പറയാമോ അതിവിടെ പ്രവാചകനും ലേഖകനും ഇവിടെ അത് പറഞ്ഞിരിക്കുകയാണ്. ഹിസ് വർക്ക് ഈസ് പെർഫെക്റ്റ്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് രക്ഷിച്ച പ്രവൃത്തി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. ഏകൻ്റെ പാപലംഘനം കാരണം ലോകത്തിൽ മനുഷ്യൻ പാപത്തിലേക്ക് വഴുതി വീണ് മരണമെന്ന നിത്യമായ ശിക്ഷ ലോകത്തിൽ വന്നു. നമുക്കറിയാമല്ലത്. എന്നാൽ ആ വലിയ സേവിങ് പ്രോജക്റ്റ് ഏറ്റവും പെർഫെക്റ്റായ വർക്ക് കർത്താവ് ചെയ്തതാണ്.
അതാണ് കർത്താവ് തൻ്റെ അവസാന ശ്വാസം വിടുന്നതിന് മുൻപ് ഹല്ലേലൂയ അതിൻ്റെ പെർഫെക്ഷൻ വെളിപ്പെടുത്തുന്ന വാക്കാണ് കർത്താവ് പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ദൈവത്തിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരിക എന്ന് പറയുമ്പോൾ അതൊരു ഫിനിഷ്ഡ് വർക്ക്. ദാറ്റ് മീൻസ് എ പെർഫെക്റ്റ് വർക്ക്. ഹല്ലേലൂയ. നമ്മളൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയുടെ പെരുമാറിൽ ഒരു തുള്ളി ചോര പോലും ബാക്കി വയ്ക്കാതെ ഊറ്റി കൊടുത്തത് കൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അവൻ്റെ മക്കളായി തീർന്നത്. അവനെ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് ആ നാമത്തെ ഏറ്റുപറയുവാനിടയായതാണ്. ഹല്ലേലൂയ. അവൻ ചെയ്ത ഏറ്റവും വലിയ പെർഫെക്റ്റ് വർക്ക് അതാണ്. അതിൻ്റെ ബെനിഫിഷ്യറീസാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രോസ് ആൻഡ് ഹിസ് മേഴ്സി. അവൻ്റെ കരുണയും അവൻ്റെ ക്രൂശിലൂടെയുള്ള സ്നേഹവും. കർത്താവിൻ്റെ ധന്യനാമം മഹത്വപ്പെടട്ടെ. ആ വാക്കുകളധികം നീട്ടുന്നില്ല. അവൻ്റെ പ്രവർത്തികൾ പൂർണ്ണതയുള്ളതാണ്. ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നു, പക്ഷെങ്കിൽ അത് പൂർണ്ണതയിലെത്തിക്കുന്നത് ആരാണ്? ദൈവമാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവത്തിൽ, പക്ഷേ അത് പൂർത്തീകരിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. അതൊരു പെർഫെക്ഷനിൽ കൊണ്ടുവരേണ്ടത് ആരാണ്? ദൈവമാണ്. ബിക്കോസ് ഹിസ് വർക്ക് ഈസ് പെർഫെക്റ്റ്. വേർഡ് ഓഫ് ഗോഡ് സേസ് ഹിസ് വർക്ക് ഈസ് പെർഫെക്റ്റ്. അവൻ്റെ വചനം, അവൻ്റെ പ്രവർത്തികൾ പൂർണ്ണമായിട്ടുള്ള അത്യുത്തമമായിട്ടുള്ളതാണ്. ഇന്ന് പൽക്കാലം അധരങ്ങൾ കൊണ്ട് പറ, ദൈവമേ നിൻ്റെ പ്രവർത്തികൾ അത്യുത്തമമായിട്ടുള്ളതാണ്, അത്യുത്തമമായിട്ടുള്ളതാണ്, അതിശ്രേഷ്ഠമായിട്ടുള്ളതാണ്. നിനക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ അത് നമ്മളൊന്ന് പേഴ്സണലൈസ് ചെയ്താട്ട് ഹല്ലേലൂയ പൂർണ്ണതയുള്ളതാക്കി, പൂർണ്ണതയുള്ള പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഈ സമയങ്ങൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇതെല്ലാം ദൈവം വെറുതെ അങ്ങ് പറയുവല്ല, ഇതിനെല്ലാം കൃത്യമായൊരു ബാക്ക്ഗ്രൗണ്ടിലാണെന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ആരായിരുന്നു എന്നുള്ള ആ ഭാഗങ്ങൾ, ആ അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും. ഈ വാക്കുകളിൽ എന്ത് പറഞ്ഞോ അതേപോലെയാണ് ദൈവം അവരോട് കൂടെ ഇരുന്നത്. അത്ര പെർഫെക്റ്റായിട്ട് ഇതൊരു വെറും ഒരു പഠിപ്പിക്കൽ മാത്രമല്ല, ഇത് പ്രാക്ടിക്കലായി കർത്താവ് ചെയ്ത പ്രവൃത്തിയാണ്. അതിലൊരു വലിയ ഉദാഹരണമാണ് ക്രോസിൽ, കുരിശിൽ കർത്താവ് ചെയ്ത പെർഫെക്റ്റ് വർക്കിനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ആകമാനം നോക്കുമ്പോൾ അത്രമാത്രം വലിയ പ്രവൃത്തിയാണ് ചെയ്തത്. ഒരിക്കൽ ഇസ്രായേൽ മക്കൾ ശത്രുരാജ്യങ്ങളുമായിട്ട് വലിയൊരു യുദ്ധത്തിൽ അകപ്പെട്ടു. ആ യുദ്ധം എന്ന് പറയുന്ന റെഫറൻസ് യോശുവയുടെ നേതൃത്വത്തിലുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ പോകൂ, നിങ്ങൾക്ക് വിജയം ഞാൻ നൽകും. പക്ഷെങ്കിൽ അവരൊരു സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യാൻ എത്ര തുടങ്ങിയിട്ടും അവരുടെ ഡിഫൻസ് പവർ കൊണ്ടോ അവരുടെ മസിൽ പവർ കൊണ്ടോ അവരുടെ വിസ്ഡം കൊണ്ടൊന്നും അവർക്കത് സാധ്യമല്ല. എന്നാൽ ആ ഭാഗത്ത് പറയുന്നത് അവരൊരു സൈഡിൽ നിന്ന് ചെയ്തു വന്നു, എന്നാൽ അതിൻ്റെ മുക്കാൽ ഭാഗവും ദൈവം കൽമഴ അയച്ച് ഇസ്രായേൽ മക്കളെ സംഗ്രഹിക്കുകയാണ് ചെയ്തത്. നമ്മളൊരു സൈഡിൽ നിന്ന് തുടങ്ങുന്നു, പക്ഷെ അത് ഏറ്റെടുത്ത് ചെയ്യുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയുടെ തലക്കെട്ട് നിങ്ങൾ ചോദിച്ചാൽ, ഇൻറ്റിമസി ബ്രിങ്സ് ബ്ലെസ്സിങ്സ്. ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനിടയായി തീരും. ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ ഫലകരമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി നാം മാറുകയുള്ളൂ. ഓർക്കണം, ഇൻറ്റിമസി വിത്ത് ഗോഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ പോയിന്റ്, അവൻ്റെ വഴികളൊക്കെയും ന്യായമാണ്. നാം വചനം ഒന്ന് ധ്യാനിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ തന്നെ ആ ധ്യാനാത്മകമായ അനുഭവത്തോടുകൂടെ ഒന്ന് ഏൽപ്പിച്ച കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇന്ന് നാം ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുകയാണ്. അവൻ്റെ വഴികളൊക്കെയും ന്യായമാണ്. ഫോർ ഓൾ ഹിസ് വേസ് ആർ ജസ്റ്റ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ ലോകത്തിലോട്ട് നോക്കുമ്പോൾ ന്യായം, ഒരു സ്ഥലത്ത് പോലും ന്യായം നമുക്ക് കാണാൻ കഴിയാത്തൊരു
ഒരു ഭവനത്തിനകത്തായാൽ പോലും, ഏതൊരു റിലേഷൻഷിപ്പിനായാൽ അകത്തായാൽ പോലും, ഏത് ജോലി ചെയ്യുന്ന വർക്ക് പ്ലേസിൽ തന്നെ നോക്കുക, എത്രമാത്രം അവിടെ ന്യായം പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ആധ്യാത്മിക മേഖല നോക്ക്, എവിടെ ചെന്നാലും ന്യായം മറിച്ചു കളയുന്നതായ, അന്യായം കൊടികുത്തി വാഴുന്നതായ അനുഭവങ്ങളാണ്. അത് ഈ ലോകത്തിൻ്റെ ഒരു ട്രൂ കളറാണത്. ലോകത്തെ പഴിചാരിയിട്ട് കാര്യമില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൽ നമുക്ക് ന്യായം കിട്ടും. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതകളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വെറുതെ നമ്മളങ്ങ് ആരാധിക്കുമല്ല, വെറുതെ നമ്മൾ നിന്നങ്ങ് ശബ്ദമുണ്ടാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്ന അനുഭവമല്ല. പിന്നെയോ നമ്മുടെ ദൈവം ആരാണെന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ വിഷയങ്ങളെ പഠിക്കുമ്പോൾ ന്യായം മറിക്കപ്പെട്ടു പോയ, ന്യായം ലഭിക്കാതെ പോയ ഒരു ദൈവ പൈതൽ അവർ ഈ വചനം മനസ്സിലാക്കുവാണെങ്കിൽ അവർ മറ്റാരെ നോക്കത്തില്ല, അവർ മനുഷ്യരെ നോക്കത്തില്ല. അവർ പോയി മുട്ടിന്മേൽ നിന്ന് ഈ സർവശക്തങ്കലേക്ക് കണ്ണുകൾ ഉയർത്തും, കരങ്ങളെ മലർത്തും. അവർ നിലവിളിക്കും, ദൈവമേ എനിക്ക് ന്യായത്തെ സ്ഥാപിച്ചു തരണമേ. ദാവീദ് എത്രയോ പ്രാവശ്യം പറയുന്നു, ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഹല്ലേലൂയ. ഓരോ സിംഗിൾ ഇൻസിഡൻറ്റിൻ്റെ നടുവിലും, ഓരോ സിംഗിൾ പ്രാർത്ഥനയുടെ നടുവിലും ദൈവം അവൻ്റെ ന്യായത്തെ സ്ഥാപിച്ചു കൊടുക്കുന്നതായി കാണുവാൻ കഴിയും. അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വചനത്തിൽ അതിന് ധാരാളം തെളിവുകളുണ്ട്. ഇന്ന് പകൽക്കാലം ഈ വചനം ധ്യാനിക്കുമ്പോൾ ജീവിതത്തിൽ ന്യായം ലഭിക്കാതെ പോയവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അന്യായമായ അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിട്ട് സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ, സങ്കടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ നീ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ന്യായം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കാലം കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കേണ്ട. ഈ ദൈവം നീതിയോടുകൂടെ ന്യായത്തെ സ്ഥാപിക്കുന്ന ദൈവമാണ്. ഈ ദൈവമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഈ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവപൈതൽ തയ്യാറാകുമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, നിന്റെ പഴയ കാര്യങ്ങളിൽ പോലും ഇറങ്ങി വന്ന് കണക്ക് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. മറ്റേതൊരു പ്രസംഗങ്ങളെക്കാളും അവനെ കുറിച്ച് ധ്യാനിക്കുന്നത്, അവൻ്റെ മേന്മകളെ വർണ്ണിക്കുന്നത് അവൻ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെക്കുറിച്ച് നമ്മുടെ ഒരു നല്ല കാര്യം മറ്റുള്ളവർ പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് നാം ഘോഷിക്കുമ്പോൾ, നാം ധ്യാനിക്കുമ്പോൾ, നാം മനനം ചെയ്യുമ്പോൾ അവൻ ഏറെ സന്തോഷിക്കുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. ന്യായം നിഷേധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവ് ഈ വചനത്തിലൂടെ ഇടപെടുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തൂ. ഹല്ലേലൂയ. പ്രവർത്തികളിൽ പൂർണ്ണത കാണാൻ കഴിയാതെ, അധ്വാനത്തിൽ പൂർണ്ണമായൊരു സാഫല്യം കാണാതെ, റിസൾട്ട് കാണാൻ കഴിയാതിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തൂ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ആ പ്രവൃത്തിക്ക് തക്ക ഫലം, ഫ്രൂട്ട്സ് അവൻ നൽകി തരും. ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. ഒരുപാട് പേര് ജീവിതത്തിൽ നിരാശയോടെ എന്തെല്ലാം ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ കഴിയാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. റീസൺസ് മറ്റൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ സത്യസന്ധതയോടെ നടന്നിട്ടും ന്യായം നിഷേധിച്ച ആളുകൾ സഹിക്കാൻ കഴിയത്തില്ല. ഓർക്കുമ്പോൾ ഹൃദയം തകർന്നു പോകുന്ന പോലെ തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ സങ്കടം മനുഷ്യരോടല്ല പറയേണ്ടത്, ആ സങ്കടം മറ്റാരോടുമല്ല പറയേണ്ടത്. ആ സങ്കടം നമ്മുടെ ജീവിത പങ്കാളികളോട് പറഞ്ഞാലും വലിയ ഗുണമൊന്നുമില്ല. ആ സങ്കടം ദൈവത്തോട് പറയാൻ അതൊരു ശീലമാക്കുന്ന ദൈവ പൈതൽ അവർ വിജയിക്കും. സങ്കടങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ പങ്കുവെക്കുന്ന അനുഭവം നമ്മളിൽ വർദ്ധിക്കട്ടെ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. അവൻ ന്യായത്തെ പുനഃസ്ഥാപിച്ച് നൽകുന്ന ദൈവമാണ്. അവൻ നമുക്ക് ന്യായത്തെ, ലോകം ന്യായത്തെ മറിച്ചു കളയുമ്പോൾ,
ലോകം ന്യായത്തെ നിഷേധിക്കുമ്പോൾ നമ്മുടെ ദൈവം ന്യായത്തെ നമുക്ക് സ്ഥാപിച്ചു നൽകുന്ന ദൈവമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായിട്ട്, എ ഗോഡ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് വിത്തൗട്ട് ഇൻജസ്റ്റിസ്. അവൻ വിശ്വസ്തതയുള്ള ദൈവം. കഴിഞ്ഞ ദിവസം വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ച് കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ ചിന്തിക്കുവാനിടയായി. ദൈ ഗ്രേറ്റ് ഫെയ്ത്ത്ഫുൾനെസ്. ആ ഭാഗത്തെ ഞാൻ ഒത്തിരി പറയുന്നില്ല. എന്നാൽ അടുത്തത് പറയുന്നു, അവൻ വ്യാജമില്ലാത്തവനാണ്. വിത്തൗട്ട് ഇൻജസ്റ്റിസ്. വ്യാജമില്ലാത്ത ദൈവം, ഒട്ടും കുറവുകൾ പറയുവാനില്ലാത്ത ദൈവം. അതിനെക്കുറിച്ചുള്ള റെഫറൻസുകൾ, ദൈവം തന്നെ ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൽ, ഈ ആവർത്തന പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ലോകത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ടെങ്കിലും ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയവൻ. നക്ഷത്രങ്ങളെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഒരു ദൈവമേ ഉള്ളൂ. ഹല്ലേലൂയ. ആ ദൈവത്തെ നമുക്ക് സേവിക്കാനിടയാകുന്നു. എത്രയോ വലിയ ഭാഗ്യമാണ്. വാട്ട് എ മൈറ്റി ഗോഡ് വി സെർവ്. നമ്മൾ എത്രമാത്രം പ്രിവിലേജ് ഉള്ളവരാണ്. ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാനിടയാകണം. വ്യാജമില്ലാത്ത ദൈവം. കാരണം എന്താണ്? അവൻ സത്യമാണ്. അതാണ് പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറഞ്ഞത്, ഐ ആം ദ വേ, ലൈഫ് ആൻഡ് ട്രൂത്ത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ഐ ആം ദ ട്രൂത്ത്, ഞാൻ തന്നെ സത്യം. സത്യത്തിന് മുൻപിൽ പിന്നെ വ്യാജത്തിന് ഒരു സ്പേസുമില്ല. ഹല്ലേലൂയ. സത്യത്തിന് മുൻപിൽ വ്യാജത്തിന് സ്പേസ് ഇല്ല. ജീസസ് ഹിംസെൽഫ് says, I am the truth. ഇവിടെ ഞാൻ വ്യാജമില്ലാത്തവൻ എന്ന് ദൈവം പറയുന്നു. കൂടാതെ എന്തുണ്ട്? നീതിയും നേരുമുള്ളവനായ ദൈവം. നമ്മുടെ ദൈവം നീതിയും നേരും ഉള്ളവനായ ദൈവമാണ്. നീതിയും നേരും. നീതിയെക്കുറിച്ചും കഴിഞ്ഞ പ്രഭാതത്തിൽ, ശനിയാഴ്ച പ്രഭാതത്തിൽ പ്രഭാത പ്രാർത്ഥനയിൽ കയറിയവർക്ക് റൈച്ചസ്, ഹൂ ഈസ് റൈച്ചസ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ദ നെയിം ഓഫ് ദ ലോർഡ് ഈസ് എ സ്ട്രോങ് ടവർ, റൈച്ചസ് റൺ ഇൻടു ഇറ്റ് ഈസ് സേഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവിടെ റൈച്ചസ് എന്നുള്ള പദത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. റൈച്ചസ് ആൻഡ് അപ്രൈറ്റ് ഈസ് ഹി. അവൻ നീതിയും നേരുമുള്ളവനായ ദൈവം. ഒരു റെഫറൻസ് കൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജെറമ്യാവ് ചാപ്റ്റർ 9 വേഴ്സ് 23 to 24. യെരമ്യാവ് 9:23-24. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. നോക്കണം, ഇത് ദൈവം തൻ്റെ ജനത്തോട് അർജി ചെയ്യുന്നതായ ഒരു കാര്യമാണ്. ശ്രദ്ധിക്കണം ഇവിടെ, കാരണം ഇത് നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. എന്താണ് യഹോവയായ ദൈവം പറയുന്നത്? ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. കാരണം ദൈവം ആരാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ ദൈവവുമായിട്ട് കമ്പയർ ചെയ്യുവാൻ, ഒരു കമ്പാരിസൺ നടത്തുവാൻ മനുഷ്യൻ്റെ കഴിവുകളെയോ അവൻ്റെ അധ്വാനത്തെയോ അവൻ്റെ പ്രവർത്തികളുമായിട്ട് ദൈവത്തെ കമ്പാരിസൺ നടത്താൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെയുള്ള കമ്പാരിസൺ നടക്കുന്നിടത്താണ് വലിയ പരാജയമുണ്ടാകുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. ആ മർമ്മം നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. ജ്ഞാനി ഒരിക്കലും ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. കാരണം അവൻ്റെ ജ്ഞാനമാണ് അവൻ ലോകത്തിലേക്ക് പകർന്നിട്ടുള്ളത്. അവൻ്റെ ജ്ഞാനത്തിൻ്റെ വിസ്തീർണമോ ആഴമോ നീളമോ ഒന്നും മനുഷ്യൻ അളക്കാൻ കഴിയുന്നതല്ല. അത്രമാത്രം അവൻ്റെ ജ്ഞാനം അപ്രമേയമത്രേ. അവൻ്റെ ബുദ്ധി
അപ്രമേയം അത്രേ എന്നാണ് പ്രവചന പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കുമ്പോൾ ഓർക്കണം, ആ ജ്ഞാനം ഏതെങ്കിലും രീതിയിൽ അല്പമായി മനുഷ്യന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ആ ജ്ഞാനത്തിൽ എന്ത് ചെയ്യരുത്? ബോസ്റ്റ് ചെയ്യരുത്. ലെറ്റ് നോട്ട് വൈസ് മാൻ ബോസ്റ്റ് ഓഫ് ഹിസ് വിസ്ഡം. അവൻ്റെ വിസ്ഡത്തിൽ എന്ത് ചെയ്യരുത്? ജ്ഞാനി സ്വയം പ്രശംസിപ്പാൻ ഇടയാകരുത്. 2, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ഇത് ദൈവം വളരെ കർക്കശമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്താണ്? ലെറ്റ് നോട്ട് ദ മൈറ്റി മാൻ ബോസ്റ്റ് ഓഫ് ഹിസ് മൈറ്റ്. എന്ത് ചെയ്യരുത്? ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. അതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ പൗലോസിന് ലഭിച്ച വെളിപ്പാടിലൂടെ ഈ വചനം പറയുന്നുണ്ട്. 3, പ്രശംസിക്കുന്നവനെ ഏതിൽ പ്രശംസിക്കണം? യഹോവയായ ദൈവം ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ ഗ്രഹിച്ചറിയുന്നതിൽ, എന്ത് ചെയ്യുന്നതിൽ? ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കണം. കാരണം അപ്പോൾ ബലത്തിൽ പ്രശംസിക്കരുത്, ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, പിന്നെ സമ്പത്തിൽ ധനത്തിൽ പ്രശംസിക്കരുത്. ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പിന്നെയോ പ്രശംസിക്കേണ്ടത് ഏതിലാണ്? യഹോവയായ ദൈവം ഭൂമിയിൽ ദയ, ന്യായം, നീതി എന്നിവ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, അതിനെക്കുറിച്ച് ഗ്രഹിച്ചറിയുന്നതിലാണ് പ്രശംസിക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള വെളിപ്പാട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറി അതിൽ നിലനിൽക്കുന്നെങ്കിൽ അതൊരു പ്രശംസാ വിഷയമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, എൻ്റെ പാട്ടും എൻ്റെ പ്രശംസയും എൻ്റെ സ്തുതിയുമെല്ലാം യേശുവിൽ മാത്രമാണ്. ഹല്ലേലൂയ. എൻ്റെ പാട്ടും പ്രശംസയും എൻ സകല പ്രശംസയും എല്ലാം യേശുവിലാം, അവനെന്നും മതിയായവൻ. ഈ പാട്ട് എഴുതിയ ആൾ ചരിത്രത്തിലോട്ട് പോകുന്നില്ല, ആ സമയം മുമ്പോട്ട് പോയത് കൊണ്ട്. ഒരു ഹൈന്ദവനായ മനുഷ്യനാണ്. യേശു കർത്താവിനെ അറിഞ്ഞ് ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിഞ്ഞ് ജീവിതം വേർതിരിച്ചു. ആ പേര് ഞാൻ ഓർക്കുന്നില്ല, പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. അദ്ദേഹം പണമില്ല കയ്യിൽ, മറ്റ് ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. അദ്ദേഹം ഈ കൈവണ്ടി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ആളുകൾ തന്നെ വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടി, ആ വണ്ടി ആണ് ഇടയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അദ്ദേഹം ബോർഡുകൾ ഉണ്ടാക്കി എഴുതി, അതിലെല്ലാം എൻ്റെ സ്തുതി, എൻ്റെ പ്രശംസ കർത്താവാണെന്ന് എഴുതിയാണ് അദ്ദേഹം ഈ ബിസിനസ് ചെയ്യാൻ പോകുന്നത്. ഈ ജോലിക്ക് പോകുമ്പോഴും അദ്ദേഹം മിനിസ്ട്രി ചെയ്യുകയാണ്. മറ്റുള്ളവർ അറിയണം എൻ്റെ ദൈവത്തെ, എന്നെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തെ. ഭയങ്കരമായൊരു പാട്ടാണ്, നിങ്ങൾ ആ പാട്ട് പഠിക്കണം. എൻ്റെ എല്ലാം യേശുവിലാണ്. അതിൻ്റെ മുന്നേ സ്റ്റാൻസിലോട്ടൊക്കെ പോകുമ്പോൾ വളരെ ഡെപ്തായിട്ടുള്ള മീനിങ് അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ പ്രശംസിക്കേണ്ടത് ഏത് കാര്യത്തിലാണ്? ജീവനുള്ള നാം മുമ്പേ ധ്യാനിച്ച ഈ ദൈവം നീതിയും ദയയും ന്യായവും പാലിക്കുന്നു എന്നുള്ളത്, അതൊരു വെളിപ്പാടായി നമ്മുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ബെനിഫിഷ്യറീസായി അതിൽ വളരുന്ന അനുഭവത്തിലാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്. അല്ലാത്ത ഒന്നും പ്രശംസിക്കാനില്ല ഈ ലോകത്തിൽ. എല്ലാം ക്ഷണനേരത്തിൽ തീരും. എല്ലാ ആഗ്രഹങ്ങളും എങ്ങനെയാണ് നിലനിൽക്കുന്നത്, പൊലിഞ്ഞു പോകുന്നതെല്ലാം നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ സ്തോത്രം, നമ്മുടെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്ന വിഷയത്തിലാണ് ദൈവത്തിന് താല്പര്യം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച മാർത്ത തൻ്റെ ആവലാതി പറയുമ്പോൾ കർത്താവ് ഔട്ട്റൈറ്റ്ലി അതിനെ തള്ളിക്കളയുന്നില്ല. അതിനെ വളരെ നന്നായി തന്നെ അതിനെ കാണുന്നു. എങ്കിൽ പോലും ദൈവവചനത്തിനനുസരിച്ച് അതിനെ ഗൗരവമായി കണ്ട് ജീവിക്കുന്നതിനെയാണ് കർത്താവ് പ്രിയോറിറ്റി കൊടുക്കുന്നത്. രക്തത്താൽ ജയം, അത് വളരെ ഗൗരവമായി നാം കാണുവാനായിട്ടിടയാകട്ടെ. എന്തൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡ് ആൻഡ് നോ മീ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് പറയുന്നത്. That I am the Lord who exercise loving kindness, justice and righteousness on earth. അപ്പോൾ ഈ ഭൂലോകവും അതിൻ്റെ നിറവും യഹോവയുടെ അത്രയെന്ന് പറയുന്നില്ലേ? ഇതിൻ്റെ എല്ലാം ഓണർഷിപ്പ് ആർക്കാണ്? നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിനാണ്.
ഐ ഡിലൈറ്റ് ഇൻ ദീസ് തിങ്സ് ഡിക്ലെയർസ് ദ ലോർഡ്. ഞാൻ ഇതിലാണ് പ്രശംസിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. ദാനിയേൽ പ്രവചനം 4:37 ഒരാൾക്ക് വായിക്കാം. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായും ഉള്ളതല്ലോ. 37 ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ലോകം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായ രാജാവായിരുന്നു ആര്? നെബൂഖദ്നേസർ രാജാവ്. ബാബിലോൺ എന്ന് പറഞ്ഞാൽ ബാബിലോൺ തന്നെ ലോകത്തിലെ അത്ഭുതമായിരുന്നു. ഇന്നും അതിനോട് തുല്യത പറയാൻ കഴിയുന്ന ഒരു കിങ്ഡം ഇല്ല ലോകത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ആ രാജ്യത്തിൻ്റെ രാജാവ് നെബൂഖദ്നേസർ. ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ചിന്ത കടന്നുപോയി. എന്താണ് ആ ചിന്ത? ഇതെല്ലാം എൻ്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടു. ആ സമയത്ത് ദൈവം അവനെ സന്ദർശിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, ലോകത്തിൽ അതുപോലെ കമ്പാരിസൺ നടത്താൻ ഒരു കിങ്ങില്ല. ആ കിങ്ങിൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ലൂസിഫറിന് തോന്നി. ലൂസിഫർ താഴെ പോയി. നെബൂഖദ്നേസറിനെന്ന് തോന്നി. ദൈവം എന്ത് ചെയ്തു? അവനെ, അവൻ്റെ മനുഷ്യൻ എന്നുള്ള ആ എസൻസ് അവനിൽ നിന്ന് എടുത്തു കളയുകയാണ്. അവനെ കാളയാക്കി. കാളയെപ്പോലെ പുല്ല് തിന്നുവാൻ തുടങ്ങി. കാളയെപ്പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, രക്തത്താൽ ജയം. എന്നാൽ പിന്നീട് അവന് റിഗ്രറ്റ് ചെയ്യാനുള്ളൊരവസരം കൊടുക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് മനുഷ്യനായപ്പോൾ നെബൂഖദ്നേസർ പറഞ്ഞ വാക്കാണ്, നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ. അപ്പോൾ രാജാവെന്നുള്ള പദം അദ്ദേഹം ഉപയോഗിച്ചു. കാരണം ദൈവമാണ് സകലം, രാജാക്കന്മാരുടെ രാജാവ്. സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. ഇതാരാ? ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യനായ രാജാവ്. അവൻ്റെ പ്രവർത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികളൊക്കെയും ന്യായവുമാകുന്നു. നോക്കണം, ഇത് ആരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത്. ഹല്ലേലൂയ. നമ്മളൊക്കെ അതിൻ്റെ മുൻപിൽ എന്താണുള്ളത്? അവൻ്റെ പ്രവർത്തികളൊക്കെയും സത്യമാണ്. അവൻ്റെ പ്രവർത്തികളൊക്കെയും ന്യായമാണ്. ഹല്ലേലൂയ. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്താൻ അവൻ പ്രാപ്തൻ തന്നെ. ഇതാരുടെ സ്റ്റേറ്റ്മെൻ്റാണ്? നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ്. അഹങ്കാരം, നിഗളം, അവരെ നിലയ്ക്ക് നിർത്താൻ ദൈവം ശക്തനാണെന്ന് തൻ്റെ ടെസ്റ്റിമണിയാണ് പറയുന്നത്, മറ്റൊരാളുടെ ടെസ്റ്റിമണിയല്ല പറയുന്നത്. Now Nebuchadnezzar praise, exalt and honor the King of heavens, for all his works are true. Hallelujah. നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. And his ways just, ന്യായമായിട്ടുള്ള വഴികളാണ്. And he is able to humble those who walk in pride. Hallelujah. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്താൻ അവൻ പ്രാപ്തനാണ്. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനത്തിന് മുൻപിൽ നമ്മുടെ ദൈവം ആരാണ്, നമ്മുടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം, വാത്സല്യമുള്ളവരെ, എനിക്ക് നിങ്ങൾക്കും അവൻ തന്നു. ആ വലിയ ഭാഗ്യ പദവി നമുക്ക് വേണ്ടി നമ്മുടെ അരുമനാഥനായ കർത്താവ് എല്ലാമായി തീർന്നു. അത് നമ്മുടെ ദൈവത്തിൻ്റെ നമ്മോടുള്ള ദയയുടെയും സ്നേഹത്തിൻ്റെയും അനുഭവമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥ ഹൃദയത്തോടുകൂടെ ഈ കർത്താവിനെ സേവിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. വ്യാജം പ്രവർത്തിക്കാത്ത, സത്യം മാത്രമായ, പ്രവർത്തികളൊക്കെയും അത്യുത്തമമായ, നീതി നടത്തിത്തരുന്ന, ന്യായം പാലിച്ചു തരുന്ന, ദയ കാണിക്കുന്ന, സ്നേഹിക്കുന്ന ആ ദൈവത്തിന് മുൻപിൽ നമ്മുടെ ജീവിതത്തെ വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കാം.
ഹല്ലേലൂയ, സ്തോത്രം. അവൻ താണവരെ ഉയർത്തുന്ന ദൈവമാണ്. പത്രോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞു, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഇന്ന് പകൽക്കാലം നമ്മെ ഉയർത്താൻ, നമ്മെ മാനിക്കാൻ, നമ്മെ സഹായിക്കാൻ, നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ, നിഷേധിക്കപ്പെട്ട ന്യായത്തെ സ്ഥാപിച്ചു തരുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ദൈവം മനസ്സുള്ളവനായി നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ, മനസ്സുള്ളവനായി, മടുക്കാത്ത മനസ്സുമായി, സ്നേഹിക്കുന്ന മനസ്സുമായി, കരുതുന്ന മനസ്സുമായി, ന്യായം പാലിച്ചു തരാനുള്ള താല്പര്യത്തോടെയുള്ള മനസ്സുമായി, നീതിയെ സ്ഥാപിച്ചു തരുവാനുള്ള മനസ്സുമായി, നമ്മളെ ശത്രുക്കളുടെ മുൻപിൽ നിലനിർത്തുവാനുള്ള മനസ്സുമായി ആ കർത്തൃ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നമുക്ക് അധരങ്ങൾ തുറന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആരും മൗനമായിരിക്കരുത്. കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ പ്രശംസ, എൻ്റെ പാട്ട്, എൻ്റെ ആരാധന, എൻ്റെ പുകഴ്ച എല്ലാം നിൻ്റെ ദയയിലും നിൻ്റെ ന്യായത്തിലും നിൻ്റെ നീതിയിലുമായിരിക്കാൻ സഹായിക്കണമേ. അവയെക്കുറിച്ച് ആഴമേറിയ ബോധ്യമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനെക്കുറിച്ച് ആഴമേറിയ കൺവിക്ഷൻ ഉള്ളവരായി ആത്മീയജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ കൈവിടുന്ന ദൈവമല്ല. ഏത് സങ്കടത്തെയും ഹല്ലേലൂയ ദൂരീകരിക്കുവാൻ അവന് കഴിയും. ഏത് മറുപടിയില്ലെന്ന് പറയുന്ന വിഷയത്തിൻ്റെ നടുവിലും അവനിറങ്ങി പ്രവർത്തിക്കാൻ കഴിയും. ഭൂലോകവും അതിൻ്റെ നിറവും അവൻ്റേതാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലം സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ, ആവലാതിപ്പെടുന്നവരുണ്ടെങ്കിൽ, ആവശ്യങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട. ഈ ഹാവ് എ ഗ്രേറ്റ് ഗോഡ്. നമുക്കൊരു വലിയ ദൈവമുണ്ട്. പരിശുദ്ധനായ ദൈവമേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവൽ ഖമനാസിയാല, നിന്റെ കൃപ, നിന്റെ സാന്നിധ്യം, നിന്റെ ശക്തി, ഹല്ലേലൂയ, സ്തോത്രം, നീ ഞങ്ങളെ അതിനെക്കുറിച്ച് കേൾപ്പിക്കുവാനിടയായി. കർത്താവേ, നീ മതിയായവനാണ്. യു ആർ ഇനഫ് ഫോർ അസ്. അങ്ങ് ഞങ്ങൾക്ക് മതിയായവനാണ്. അങ്ങ് ഞങ്ങൾക്ക് മതിയായവനാണ്. അങ്ങ് ഞങ്ങൾക്ക് മതിയായവനാണ്. ഏതാവശ്യങ്ങൾക്കും മതിയായവനാണ്. ഓ, ജയത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ നിലനിൽക്കുന്നതിനും നിന്റെ കൃപ മതി. നിന്റെ കൃപ മതി. ഹല്ലേലൂയ, നിന്റെ കൃപ മതി കർത്താവേ. റോഷ്വൽ കലുഷിതമായ ലോകത്തിൽ, പ്രശ്ന സങ്കീർണതകളുടെ നടുവില്, ഒന്നിനു പുറകെ ഒന്നായി വെല്ലുവിളികളും വിഷയങ്ങളും ഉറക്കം കെടുത്തുന്ന അനുഭവങ്ങളുടെയും ഒക്കെ നടുവില് ദൈവമേ, നിന്റെ കൃപ മതി. ഓ, പ്രവർത്തിക്കാൻ നിന്റെ കരം കുറുതായിട്ടില്ല. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവെ, താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മക്കളെ തിരുസന്നിധിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിഷയങ്ങളുടെ നടുവിലും ദൈവിക വിടുതലിന്റെ കരം ചലിക്കട്ടെ. എല്ലാ ആവശ്യങ്ങളുടെ നടുവിലും കഴിഞ്ഞ നാളുകൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായ്ച്ചു കേട്ട് മറുപടി തന്ന ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ഇനിയും ദിവസങ്ങൾ എണ്ണി ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ടേക്ക് പ്ലേസ് ആകട്ടെ. അങ്ങയുടെ നാമത്തിൽ ചില വിടുതലുകൾ നടക്കട്ടെ. ഓ, ദൈവജനം പ്രാർത്ഥിച്ചാട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ പ്രിയമുള്ളവരെ? പ്രാർത്ഥിച്ചാട്ടെ. അതർഖലഘടകസ്യ ചില നിമിഷങ്ങൾ എരിഞ്ഞ് ഈ ദൈവത്തിന്റെ മഹത്വവും കൃപയും ശക്തിയും ഹല്ലേലൂയ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ വെളിപ്പാടിൽ നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുത്താൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവർത്തികൾ പൂർണ്ണതയോടെ അനുഭവിക്കുവാൻ ഓ, ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഖമാന ദിബല ജുഡര ഖർവല ഘടകസ്യാല. ഹല്ലേലൂയ, ദൈവവചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണിത്. ദൈവവചനം തന്നിരിക്കുന്ന ഉറപ്പിൽ നിന്നുകൊണ്ട് ദൈവജനം വിടുതലിനെ ദൈവത്തോട് ചോദിക്കുവാനും വാങ്ങുവാനും അനുഭവമാക്കുവാനുമുള്ള സമയമാണിത്. ഗ്ലോറി 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 ഗ്ലോറി. പരിശുദ്ധനെ നന്ദി പറയുന്നു.
കരത്തിന്റെ ബലം നീ അവിടുന്ന് വെളിപ്പെടുന്നതിനായ സ്തോത്രം. ബലമേറിയ പ്രവൃത്തി നീ അയക്കുന്നതിനായ സ്തോത്രം. ഓ ഹല്ലേലൂയ. അങ്ങ് ആ കണ്ണീര് തുടയ്ക്കുന്നതിനായ സ്തോത്രം. നീർന്നാവലാതിക്ക് മറുപടി നൽകുന്നതിനായ സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മഹത്വവും നാഥന് യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ സ്തുതിക്കാം.